കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? ഒരു 4-5 കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് വെച്ചൊരു സംഭവം ഉണ്ടാക്കാം. ഇവിടെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമുണ്ട്. അതായത് നമ്മുടെ സമോസ. അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വെച്ച് ഞാൻ അതിന് വേണ്ടി കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. അരക്കപ്പ് മൈദയിലേക്ക് അജുകോയിൻ ഉണ്ടല്ലോ, അജുകോയിൻ ഇട്ട് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ഉപ്പൊക്കെ ചേർത്ത് നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ട് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് എണ്ണയെ മുക്കിയിട്ട് നമ്മളിത് പരത്തിയെടുക്കണം. പരത്തിയെടുത്തതിന് ശേഷം ഈ ഒരു ഇതിനെ ഉണ്ടല്ലോ രണ്ടായിട്ട് കട്ട് ചെയ്യണം. ഈ ഒരു റെസിപ്പി ഞാൻ എങ്ങനെയാണ് പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ അടുത്ത് ഷോപ്പുകളുണ്ട് സമോസ ഉണ്ടാക്കുന്നത്. അവർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് അത്ര ഇഷ്ടമല്ല സമോസ, മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സമോസ എന്ന് പറയുന്നത്. ഇവിടെ പനീർ സമോസ കിട്ടും. അങ്ങനെ ഇവിടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കൂട്ട് പപ്സ് പോലെ തന്നെയാണ് ഇവിടെ സമോസ എന്ന് പറയുന്നത്. ഇനി ഇതാണ്ട് ചെറുതായി ഞാൻ പറഞ്ഞല്ലോ 2 ഭാഗമായിട്ട് കട്ട് ചെയ്യണം. പിന്നെ ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യാൻ നേരത്തെ നമ്മൾ വേവിച്ച പൊട്ടറ്റോ ഉണ്ടല്ലോ അതിനകത്ത് കുറച്ച് മല്ലിയിലയും കുറച്ച് വെളുത്തുള്ളി എല്ലാം കൂടി ചേർത്ത് ഉപ്പൊക്കെ ചേർത്തിട്ട് ഇതാക്കി എടുത്തേക്കണയാണ്. അല്ലാതെ മസാലകളൊന്നും എക്സ്ട്രാ ചേർക്കില്ല. സൈഡിൽ കുറച്ച് വെള്ളം ഒന്ന് ഇതാക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഇതാക്കി എടുക്കണം. എൻ്റെ സമോസയ്ക്ക് ഷേപ്പില്ല. നിങ്ങൾ സമോസ അടിപൊളിയാണ്, ടേസ്റ്റാണ്. നിങ്ങളൊക്കെ സമോസ ഷീറ്റിലല്ലേ ഉണ്ടാക്കുന്നത്? ഇവിടുത്തെ ആൾക്കാർ ഇതേ മെത്തേഡിലാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് സമോസ, ചോള ഭട്ടോര ഇതൊക്കെയാണ് ഇവിടുത്തെ ആഹാരം. അങ്ങനെ സമോസയും കുറച്ച് റോളും ഒക്കെ അതേ രീതി വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി. മക്കളിപ്പോൾ കളിക്കാൻ പോയേക്കുവാണ്. അപ്പോൾ അവർ കളിച്ചെല്ലാം വരുമ്പോഴത്തേക്ക് അവർക്ക് രാത്രിയിലത്തെ ആഹാരം കൊടുക്കാമെന്ന് വെച്ച് സമോസ, പൂരി, പിന്നെ കൂടാതെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാനാണെങ്കിൽ ഇച്ചിരി ബാക്കി വന്ന് രാവിലെ വടയായിരുന്നു ഉണ്ടാക്കിയത്. അത് ആ വടയുടെ മാവ് ബാക്കി വന്നായിരുന്നു. അത് വെച്ചിട്ട് ഞാൻ ദഹി വട പോലെ ഉണ്ടാക്കിയായിരുന്നു. വട എൻ്റെ ബാക്കി സംഭവങ്ങളൊന്നുമില്ല. ദഹി വട പോലെ ഉണ്ടാക്കി, പാനിപ്പൂരി ഉണ്ടാക്കി, കുറച്ച് രാവിലത്തെ വടയും കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു പൂജ ഇപ്പം നടക്കുവാണ്. ആ പൂജയുടെ കുറച്ച് സംഭവങ്ങൾ കൂടി ഉണ്ടായിരുന്നു മക്കൾക്ക് കിട്ടിയത്. അതും കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം. പിന്നെ ഇത് ചട്നിയാണ്. ഒരു ചട്നിയാണ് ദഹിവട ഉണ്ടല്ലോ, ദഹിവട ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് അവർ ഒഴിക്കുന്നത്. പിന്നെ ഈ കാണുന്ന ഇലയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ടിൻ്റെ ഇല വെച്ചിട്ടുള്ള തോരനാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ബീട്രൂട്ട് കിട്ടും. 10 രൂപയ്ക്ക് വരെയാണ് ഒരു കെട്ടായിട്ട് കിട്ടും. പിന്നെ നമ്മുടെ പാനിപ്പൂരിയുടെ കൂടെ മിക്സ് ചെയ്ത് വെച്ച് കഴിക്കാനുള്ളതാണ്. പിന്നെ നമ്മുടെ ബീട്രൂട്ടിൻ്റെ ഇല തന്നെ ഇട്ടിട്ട് പരിപ്പിട്ടിട്ട് ഒരു കറിയും വെച്ചായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ പൂജ ചെയ്ത സമയത്ത് മക്കൾക്ക് കൊടുത്ത പൂരിയും ആ ഒരു കടലയും. പിന്നെ കൂടാതെ നമ്മുടെ സൂചിയുടെ ഇത് ഹൽവയും കൂടി ഉണ്ട്. ഇവർക്ക് ഇവിടെ പൂജ ആയാലും എല്ലാത്തിനും ഇതേ രീതിയിലാണ് മക്കൾക്കൊക്കെ കൊണ്ട് കൊടുക്കുന്നത്. അങ്ങനെ വൈകുന്നേരത്തെ ആഹാരങ്ങൾ ഇതൊക്കെയാണ്. ഞങ്ങൾ ഉച്ചയ്ക്ക് അധികം ആഹാരങ്ങൾ കഴിച്ചില്ലായിരുന്നു. അതുകൊണ്ടാണ് വൈകുന്നേരം കുറച്ച് ലാവിഷായിട്ട് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് പറയാനും മറക്കല്ലേ.